ആവർത്തനം അധ്യായം 32. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പുള്ളിമേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതി നേരുമുള്ളവൻ തന്നെ. അവർക്ക് അവനോട് വർഷത്വം കാണിച്ചു. അവർ അവൻ്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, ആഘോഷവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വായിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശമാവുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ട് അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകാൻ തൻ്റെ കൂടെ അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചെറിയ മേൽ അവനെ ഉപയോഗിച്ചു. തന്നെ അവനെ നടത്തി. അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി നടത്തിയ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പയും കാമിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷ രക്തമായി വീഞ്ഞു കുടിച്ചു. ശിശുരൂനും പുഷ്ടി വെച്ച് ഉദിച്ചു. നീ പുഷ്ടി വെച്ച് കനത്ത് അടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു. തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അവർ അന്യ ദൈവങ്ങളാൽ അവനെ ക്രുദ്ധിപ്പിച്ചു. മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവർ ദുർബോധങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദൈവന്മാർക്ക് ബലി കഴിച്ചു. അവർ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്രേ. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ച് നിന്നെ ഉത്ഭാവിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. യഹോവ കണ്ടവരെ തള്ളിക്കളഞ്ഞു. തൻ്റെ പുത്രിപുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ അവൻ അരുളി ചെയ്തത്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും. അവർ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജലമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. മൂടെ ജാതിയെ കൊണ്ട് ഞാൻ അവരെ മുഷിപ്പിക്കും. എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും. എൻ്റെ വസ്ത്രങ്ങൾ അവർ നേരെ ചെലവിടും. അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും. ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും. മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിലായിരിക്കും. വീതികളിൽ വാളും അറകളിൽ ഭീതിയും. യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഭരിക്കും. ഞങ്ങളുടെ കൈചര്യം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തതെന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ ശങ്കിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞ മനുഷ്യരെന്ന് അവർ ഓർമ്മയില്ലാതാക്കുമായിരുന്നു. അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേകബുദ്ധിയില്ല. അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരുടെ പാറ അവരെ വിറ്റുകളയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലാതെ ഒരുവൻ 1000 പേരെ പിന്തുടർന്നു, ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സോദോം വള്ളിയിൽ നിന്നും ഗോമോര നിലങ്ങളിൽ നിന്നും ഉള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പുമാവുന്നു. അവർ വീഞ്ഞ് മഹാസർപ്പത്തിന് വിഷവും മൂർഖൻ്റെ കാളകൂടവുമാകുന്നു. ഇതെൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും എൻ്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടുമിരിക്കുന്നില്ലയോ? അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. അവരുടെ അന്നത്തെ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭയപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. യഹോവ തൻ്റെ ജനത്തെ ന്യായം വിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചുപോയി ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതെയായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെക്കുറിച്ച് അനുദപിക്കും. അവരുടെ ബലികളുടെ മെതസിനെയും പാനീയബലിയുടെ വിഞ്ഞു കുടിക്കുകയും ചെയ്ത ദൈവന്മാരും അവരെ ആശ്രയിച്ച് പാറയും എവിടെ? അവരെ നേടി നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ അരുളി ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. ഞാൻ ആകാശത്തേക്കായി ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി. എൻ കൈയിൽ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളെ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെയും ബുദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒളിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഘൂകരിപ്പിക്കും. എൻ്റെ വാൾ മാംസം തിരികുകയും ചെയ്യും. ജാതികളെ അവൻ്റെ ശത്രുക്കളോടുകൂടെ ഉല്ലസിപ്പിൻ. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നതിൻ്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തൻ്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശയും നൂൻ്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു. മോശയെ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോട് സംസാരിച്ചിരുന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷിയിരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുകയും. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ട യോർദാൻ കടന്ന് ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. ഉണ്ടാകും. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ മിസ്രയീം മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക. നിന്റെ സഹോദരനായ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്ന പോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ചു നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കിൽ ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നോട് ആവർത്തനം ചെയ്തുകൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായതുകൊണ്ടും തന്നെ നീ ദേശം നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശം നീ കടക്കുകയില്ല.